നമുക്ക് ഇപ്പോൾ മറ്റൊരു അതിഥി കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. അത് ജിസ് ജോസ് ആണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗവേഷകയാണ്. ജിസ് ജോസ്, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്രയധികം കാലം, 9 മാസക്കാലം അവിടെ ചെലവിട്ടു. നമുക്ക് ഏറ്റവും അധികം അടുത്തറിയുന്ന ഒരാൾ എന്നത് ഇന്ത്യൻ വംശജ എന്ന നിലയിൽ കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് കുറച്ചധികം സന്തോഷവും ആവേശവും നമുക്കൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നതും. ഈ നേട്ടത്തെ, ഈ ഇത്രയും കാലത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരികെ എത്തിയ സുനിത വില്യംസിനെ കുറിച്ചും ഈ നേട്ടത്തെക്കുറിച്ചും താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നന്ദി. ആദ്യമേ തന്നെ ഏറെ സന്തോഷവും അതിലേറെ ആവേശവും നിറഞ്ഞ ഒരു നിമിഷമാണിത്. ആകാശ കുന്നിറങ്ങിയ ഒരു യാത്ര എന്നാണ് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടക്ക യാത്രയെ കുറിച്ച് നാസ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ആശങ്കകളുടെ വലിയൊരു കൊടുമുടി കയറിയ ബഹിരാകാശ പര്യവേഷണം ശുഭകരമായി അവസാനിക്കുന്ന ഈ ഒരു അവസരത്തില് ഇതിലും മനോഹരമായി അതിനെ വിശേഷിപ്പിക്കാനാവില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ശാസ്ത്ര മേഖലയ്ക്ക് വളരെയേറെ വലിയൊരു സംഭാവന നൽകിയ ഒരു സ്ത്രീ, അത് അവരിത്രയും കാലം ഈ പറഞ്ഞ ഒരു 9 മാസക്കാലത്തോളം ഇത്രയും ഒരു അവസ്ഥകളെ അതിജീവിച്ച് ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു സപ്പോർട്ടും, അല്ലെങ്കിൽ ഈ ഒരു നാസയുടെ സപ്പോർട്ടിനപ്പുറത്തേക്ക് മറ്റ് നമ്മുടെ ലൗകികമായ സപ്പോർട്ടുകൾ ഇല്ലാതെ ഈ ഒരു തലത്തിൽ നിന്നതിനെ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ ഒരു നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു ശാസ്ത്ര ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഏറെ ആവേശകരം എന്ന് മാത്രമേ പറയാനാവുള്ളൂ. സാങ്കേതികമായ തകരാറുകൾ അവിടെ നേരിട്ടുവെങ്കിലും ഇപ്പോ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അവർക്ക് തിരികെ വരാൻ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല എന്നുള്ള പല ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോഴും ആ സാഹചര്യങ്ങളെ അവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ ഒരു ശാസ്ത്ര മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ ഒരു കടന്നുവരവിനെ, അല്ലെങ്കിൽ ഈ ഒരു ബഹിരാകാശ പരിവേഷണ മേഖലയിലേക്ക് സ്ത്രീകൾക്കുള്ള കടന്നുവരവിനെ ഏറെ ആവേശകരമാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ആവേശകരമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കരുത്തുറ്റയായ ഒരു സ്ത്രീ, ഒരു ബഹിരാകാശ ഗവേഷക എന്നതിലൊക്കെ അപ്പുറം ഇന്ത്യൻ വംശജയായ ഒരു സാധാരണ മനുഷ്യനെ കൂടി നമുക്ക് കാണാനാവുന്നില്ലേ എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഒപ്പം കൊണ്ടുപോയിരുന്ന ചില കാര്യങ്ങളാണ്. അത് കുറച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഗണപതിയെ ഒപ്പം കൂട്ടിയിരുന്നു. മാത്രമല്ല, കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു, വായിച്ചിരുന്നത് ഭഗവത്ഗീതയാണ്, തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങളിലുള്ളതാണ്. താങ്കൾ ഈ കാര്യത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനുഷ്യൻ ഗവേഷണ രംഗത്തൊക്കെയും മുന്നേറ്റം കൈവരിക്കുന്ന സമയത്തും റോക്കറ്റ് വിടുന്നതിന് മുൻപും നാരങ്ങ വെക്കാറില്ലേ എന്ന വലിയ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെയാണ് ചേർത്ത് വായിക്കുക? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് പൊതുവിൽ പരിഷത്തിൽ പറയുന്ന ഒരു കാര്യത്തെ ഇതോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്ര അവബോധവും ശാസ്ത്രത്തിലുള്ള നോളജും 2 തലത്തിലാണ് നമ്മൾ റീഡ് ചെയ്യപ്പെടുന്നത്. ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ശാസ്ത്രത്തെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മളിപ്പോഴും സയൻസ് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ പരീക്ഷണ ഗവേഷണ ഇതിന്റെ നിരീക്ഷണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ശാസ്ത്രത്തെ ഓരോ തലത്തിലും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര അവബോധം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ശാസ്ത്രത്തെ പഠിക്കുന്നതും 2 തലത്തിൽ മാത്രമേ നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇന്ത്യയിലാണെങ്കിലും ISROയുടെ ഓരോ വിക്ഷേപണ സമയത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്, നമ്മൾക്കത് അറിയാം. പക്ഷെ അതിലൂടെ നമ്മൾ കൈവരിക്കുന്ന ശാസ്ത്ര നേട്ടങ്ങളെ നമ്മൾക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്നുള്ളതും വസ്തുതാപരമാണ്. കാരണം ഇപ്പം പുതിയ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ സ്പേസിലുള്ള അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണത്തിലൂടെ ഇനി ലോകം കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെ ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണുവാനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളെ ഒരു വ്യക്തിപരമായിട്ടാണ് ഇവരത് ഉൾക്കൊണ്ടു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാസ്ത്രാവബോധം എന്നുള്ളത് വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു കാര്യത്തെ ഇവർക്കൊരു പക്ഷേ മാനസികമായിട്ടുള്ള ഒരു സംഘർഷങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനമായിരിക്കാം ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും അത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത് ഈ തലത്തിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നല്ല. രണ്ടും 2 തലത്തിലുള്ള ഒരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ശാസ്ത്രബോധവും ശാസ്ത്രത്തിൽ നോളജും
രണ്ട് തലത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിനെ ഈ ഒരു ശാസ്ത്ര നേട്ടങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഇണക്കി വായിക്കുമ്പോൾ അതിന് മറുപടി പറയുക കുറച്ച് ദുഷ്കരമാണെന്നിരിക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ 9 മാസത്തോളം അവിടെ ഈ ഒരു മാനസിക സംഘർഷങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് സഹായകരമായിരുന്നിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ ഇത്തരം ഒരു കാര്യങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നത് എന്ന് കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീമതി ജിസ് ജോസ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗവേഷകയാണ്. വിവരങ്ങൾ പങ്കുവച്ചതിന് പ്രേക്ഷകർക്കൊപ്പവും നമുക്കൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി.